നമസ്കാരം. കിഴക്കൻ ജെറുസലേമിൽ മുസ്ലിം സെമിത്തേരിയുടെ മതിലിൽ കഴുതയുടെ തല വെട്ടിവെച്ച ജൂതൻ പിടിയിലായി. ഇസ്രായേൽ പോലീസാണ് ഇയാളെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് കിഴക്കൻ ജെറുസലേമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം സെമിത്തേരി അശുദ്ധമാക്കാനുള്ള ശ്രമം ഇയാൾ നടത്തിയത്. ഇയാളെ പിടികൂടിയിട്ടുണ്ട്. പിടികൂടിയ ആളുടെ പേരും മറ്റു വിവരങ്ങളും ഇനിയും ഇസ്രായേൽ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് എന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം ഇതിനായി ഇയാൾക്ക് കൂട്ടുനിന്ന ഒരാളിനെയും ഇസ്രായേൽ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇയാളുടെ കയ്യിൽ നിന്ന് വളരെ മൂർച്ചയേറിയ ഒരു മഴുവും കണ്ടെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇയാളുടെ കൂട്ടാളിയുടെ കൂടി സഹായത്തോടു കൂടി കഴുതയുടെ കഴുത്ത് വെട്ടിയതിന് ശേഷം അതിൻ്റെ തല കൊണ്ടുവന്ന് ഈ മസ്ജിദിൻ്റെ മതിലിൽ വയ്ക്കുകയായിരുന്നു. ഇതിൻ്റെ പിന്നിൽ എന്താണ് ഉദ്ദേശ്യമെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാൻ ഇയാളെ പ്രേരിപ്പിച്ച കാര്യം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഒരുപക്ഷെ വംശീയ വൈരമോ മറ്റോ ആകാം ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് കരുതാം. ഈ മേഖലയിലെ മുസ്ലിങ്ങൾ ഏറ്റവും പരിപാവനമായി കരുതുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം ദേവാലയത്തിൻ്റെ സമീപമുള്ള അതിൻ്റെ സെമിത്തേരിയുടെ മതിലിലാണ് ഇയാൾ കഴുതയുടെ തല വെട്ടിക്കൊണ്ടുവന്ന് വെച്ചത്. ഈ കഴുതയുടെ തല ഈ മതിലിൽ വെച്ചിരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമായതോടുകൂടിയാണ് പോലീസ് അന്വേഷണവുമായി രംഗത്തെത്തിയത്. ഈ മേഖലയിൽ ജൂത വംശക്കാരും വളരെ പ്രധാനപ്പെട്ട ഒരു ജനസംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു പ്രകോപനം ഉണ്ടായിട്ടാണ് ഇയാൾ ചെയ്തത് എന്ന് കരുതാൻ വഴിയില്ല. എങ്കിൽ പോലും ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇതിൻ്റെ പിന്നിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ എന്നുള്ള കാര്യവും ഇസ്രായേൽ പോലീസ് അന്വേഷിച്ചു വരികയാണ്. സംഭവത്തിൽ സ്ഥലത്തെ വഖഫ് ഇസ്ലാമിക് അഫയേഴ്സ് കൗൺസിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും ഇതിന് പിന്നിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണമെന്നുമാണ് അവരുടെ ആവശ്യം. പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുള്ളത് അവിടെ വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇവിടെ ഈ പിടിക്കപ്പെട്ട വ്യക്തി, ഈ മഴുവുമായി പിടിക്കപ്പെട്ട വ്യക്തി, ഇയാൾ ശരിക്കും മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണോ അല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷണവും മറ്റും നടത്തുന്നുണ്ട്. അങ്ങനെ അല്ല എന്ന് തെളിയുകയാണെങ്കിൽ ഇയാളുടെ പേരിൽ അതീവ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്താൻ തന്നെയാണ് സാധ്യത. കാരണം ഇസ്രായേൽ ഹമാസുമായി ഏറ്റുമുട്ടുമ്പോൾ പോലും മറ്റ് മതങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ആരെങ്കിലും പെരുമാറുന്നത് ഇസ്രായേലിലെ നിയമം അനുസരിച്ച് അവർ ഒരു കാരണവശാലും അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് ഇസ്രായേൽ സർക്കാരിനും വിരുദ്ധമായ അഭിപ്രായമാണുള്ളത്. ഇയാൾ ചെയ്ത നടപടി ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് പൊതുവെ അവിടുത്തെ ജൂത സമൂഹം ഉന്നയിക്കുന്നത്. കാരണം ഇത് ഒരുപക്ഷെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തിക്കുമായിരുന്ന ഒരു സംഭവമായിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ പോലീസും ഇസ്രായേൽ സർക്കാരും.